ഞാനെന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ല. ഞാൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക. അപ്പോൾ ശരിക്കും അവർ ആരുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തേണ്ടത്? അവർ ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തേണ്ടത്. ഏറ്റവും കൂടുതൽ ആളുകളെ, ആരോപണ വിധേയരായ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഞാൻ പ്രൊട്ടക്ട് ചെയ്തോ? ഞാൻ പറഞ്ഞത് കർശനമായ നിലപാടെന്ന, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്ന, മുഖം നോക്കാത്ത നിലപാടെന്ന പറഞ്ഞത്. അല്ലല്ല, ഞാൻ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അത് അദ്ദേഹത്തിനും ഇല്ലേ. ഞാനന്ന് നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ഞങ്ങൾ കേൾക്കണ്ടേ? ആരാണെങ്കിലും കേൾക്കണ്ടേ? നമ്മളൊരു അന്വേഷണം നടത്തുമ്പോൾ ആരോപണ വിധേയനായ ആൾക്ക് കൂടിയുള്ള അഭിപ്രായം ഞങ്ങൾ കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞ അന്നത്തെ പത്രസമ്മേളനത്തിൽ എല്ലാം സൂക്ഷിച്ച ഉപയോഗിച്ചത്, എല്ലാ വാക്കുകളും. അപ്പോൾ ഞാൻ CPM എന്ത് ചെയ്യുന്നു, BJP എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, നാവനക്കാൻ ഉള്ള അവകാശമില്ല. കാരണം അവർ ഓരോ കേസ് ഒന്നല്ലല്ലോ, ഒന്നാണോ? ഞാൻ പറഞ്ഞ മാതിരി കോഴി ഫാമാണ് ഞാൻ. പക്ഷേ പേരൊന്നും പറയും, ആരുടെയും പേര് പറഞ്ഞാൽ ആരെയും ഞാൻ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ നോക്കരുത്. പക്ഷേ ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി കയ്യിലെ വിരലുകളെല്ലാം സ്വന്തം നെഞ്ചത്തോണ്ടാണ് ചൂണ്ടുന്നതെന്ന് ചൂണ്ടുന്നവർക്ക് മനസ്സിലാക്കിയാണ്. നിങ്ങൾ നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. ഇവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാ ഒളിച്ചോടേണ്ടത്? ആരെ പേടിച്ചിട്ടാ ഒളിച്ചോടേണ്ടത്? മാധ്യമങ്ങളെ പേടിച്ചിട്ടോ? അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിഷേധങ്ങളെ പേടിച്ചിട്ടോ? ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രതിഷേധം വന്നു, ആരും ഒളിക്കുന്നു കൊടുന്നൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട്, പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട്, മാധ്യമങ്ങളെയും കണ്ടിട്ടുണ്ട്, ചോദ്യങ്ങൾ ഉത്തരം. അങ്ങനെ അപ്പോൾ ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന, ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്. അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഈ രാജി വേറെ ഏതെങ്കിലും CPM പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുക്കൽ അപ്പം വരുമായിരുന്നു. കണ്ടോ FIR ഇല്ലാത്ത രാജി, കണ്ടോ പരാതിയില്ലാത്ത രാജി, പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് രാജി. അപ്പൊ എല്ലാവരും അതിന്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല, ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന്, പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല. അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി അറിയിച്ചു, പാർട്ടി അത് അംഗീകരിക്കുന്നു, ആ തീരുമാനം ഒഴിയുകയും ചെയ്തിരിക്കുന്നു. അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഇതിനകത്താണ്. ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് വിഷയത്തിന്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം, കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം, ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ, CPM-ന്റെ പ്രതികരണങ്ങൾ എന്നുള്ള രാഷ്ട്രീയമായിട്ട് അതിനെ കാണാം. പക്ഷെ മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഭാവമെങ്കിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാവില്ല. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ, പ്രതിഷേധങ്ങളുടെ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് പോവില്ല. അയാളും അതിനകത്ത് പിന്നെ ഒരു തീരുമാനം ആ തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത്. അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനെ ഒരു ആരോപണ പരിസരത്തിൽ. അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ, അത് നിങ്ങൾ അംഗീകരിക്കൂ. ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ
പാർട്ടി നടപടി എടുക്കുകയാണ് ചെയ്ത് രാഹുൽ സ്വമേധയാ രാജിവെക്കുകയാണ് ചെയ്തത്. അല്ല, അയാളുടെ രാജ്യസന്നദ്ധത അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടും അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല. അവര് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. പാർട്ടിയും അയാളും ഒക്കെ കൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം. ഇനി നിങ്ങള് ഇതുപോലെ ആരാ പറഞ്ഞു എന്റെ അടുത്ത് പരാതി? എന്റെ അടുക്ക് അവരങ്ങനെ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ CPM പ്രവർത്തകർ ഈ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ നിങ്ങൾ ചോദിക്കില്ല. അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദം തെളിവോടെ പുറത്തു വന്നപ്പോ അസംബന്ധം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ കത്ത് തട്ടി മാറ്റിയപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ പറയാനുള്ളതെല്ലാം വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു. അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയങ്ങളിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ്.